ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലോഡിയസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പത്താമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ മൈനർ കോഡ് റൂട്ട്സ്, മേജർ കോഡ് റൂട്ട്സ് ഇവയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുള്ള നമുക്ക് ഈസി ഫോർമുല നമ്മൾ കണ്ടു. അതിലൂടെ നമുക്ക് ഏത് മേജറിൻ്റെയും മൈനറിൻ്റെയും കോഡ് റൂട്ട്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിനെന്തെങ്കിലും, അതായത് മേജർ കോഡ് റൂട്ടും മൈനർ കോഡ് റൂട്ടിനും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. മേജർ കോഡ് റൂട്ടിനും മൈനർ കോഡ് റൂട്ടിനും എന്തെങ്കിലും ബന്ധം ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ബന്ധം ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് നമുക്ക് 12 നോട്ടുകളുണ്ട്. മ്യൂസിക് നോട്ടുകൾ 12 ഉണ്ട്. 12 മേജർ കോഡും 12 മൈനർ കോഡും, അതുപോലെ തന്നെ 12 മേജർ കോഡ് റൂട്ടും 12 മൈനർ കോഡ് റൂട്ടും. അപ്പം 12 മേജർ കോഡ് റൂട്ടിനും അതിനോട് യോജിച്ച് നിൽക്കുന്ന 12 മൈനർ കോഡ് റൂട്ടുകൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഒരു കോഡ് റൂട്ട് പഠിച്ചാൽ ഒരു കോഡ് റൂട്ട് ഫ്രീ ആണ്. അതായത് ഒരു മേജർ കോഡ് റൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈനർ കോഡ് റൂട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ 12 24 കോഡ് റൂട്ട് പഠിക്കേണ്ട സ്ഥാനത്ത് 12 കോഡ് റൂട്ടുകൾ മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഏതൊരു മേജർ കോഡ് റൂട്ടിനും അല്ലെങ്കിൽ ഏതൊരു മൈനർ കോഡ് റൂട്ടിനും അതിന് നേരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് റൂട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 സ്കെയിൽ എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ റിലേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു കോഡ് റൂട്ട് എന്ന് പറയുന്നത് എഫ് മേജർ കോഡ് റൂട്ടാണ്. അപ്പോൾ എഫ് മേജർ കോഡ് റൂട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈനർ കോഡ് റൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ എഫ് മേജർ കോഡ് റൂട്ട് നമുക്ക് നോക്കാം. എഫ് ജി എ ഷാർപ്പ് സി ഡി ഇ എഫ്. ഇതാണ് എഫ് മേജർ കോഡ് റൂട്ട്. അപ്പം ഈ എഫ് മേജറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈനർ കോഡ് റൂട്ട് ഉണ്ട്. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗമാണ്. അതായത് നമ്മൾ എഫിൻ്റെയാണ് കണ്ടുപിടിച്ചത്, എഫ് മേജറിൻ്റെയാണ്. അപ്പം എഫ് മേജറിൻ്റെ റിലേറ്റീവ് കോഡ് റൂട്ട് കണ്ടുപിടിക്കാൻ 2 മാർഗങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ എഫിൻ്റെ തൊട്ട് പുറകിലത്തെ നോട്ട് പുറകിലോട്ട് മൂന്നാമത്തെ നോട്ട് പിടിച്ചാൽ അതിൻ്റെ റിലേറ്റീവ് മൈനർ കോഡ് റൂട്ടായിരിക്കും. അപ്പം ഈ എഫ് എന്ന് പറയുന്ന നോട്ട് എണ്ണരുത്, അതിന് തൊട്ട് പുറകിലത്തെ നോട്ടായിരിക്കണം ഫസ്റ്റ് നോട്ട്. അപ്പം എഫിൻ്റെ തൊട്ട് പുറകിലത്തെ നോട്ട് ഇ ആയിരിക്കും 1. എഫ് കഴിഞ്ഞാൽ ഇ 1, ഡി ഷാർപ്പ് 2, ഡി 3. അപ്പം ഡി മൈനറാണ് എഫ് മേജറിൻ്റെ റിലേറ്റീവ് എന്ന് പറയുന്ന മൈനർ കോഡ് റൂട്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ എഫ് മേജർ കോഡ് റൂട്ട് പിടിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലത്തെ നോട്ട് 1 എണ്ണി നമ്മൾ മൂന്നാമത്തെ നോട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോഡ് റൂട്ടായിരിക്കും. അപ്പം എഫിൻ്റെ തൊട്ട് പുറകിലത്തെ 1 എന്ന് പറയുന്നത് ഇ, രണ്ടാമത്തെ ഡി ഷാർപ്പ്, 3 ഡി. അപ്പോൾ ഡി മൈനർ ആയിരിക്കും എഫ് മേജറിൻ്റെ കോഡ് റൂട്ട്. അപ്പോൾ നമുക്ക് ആ സ്കെയിൽ വായിച്ച് നോക്കാം. ഇതിൽ രണ്ടിലും ഒരേ നോട്ടുകൾ വരുന്നത് കൊണ്ടാണ് ഇതിന് റിലേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡി ഇ എഫ് ജി എ സി ഡി. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ അതിൻ്റെ നോട്ടുകൾ തെളിഞ്ഞു വരും, 2 റൂട്ടുകൾ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റൂട്ട് എഴുതിയെടുത്തിട്ട് രണ്ടിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ രണ്ടിലും ഒരേ നോട്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ കോഡ് റൂട്ടുകൾ പഠിച്ചു. അപ്പോൾ എഫ് മേജർ കോഡ് റൂട്ട് പഠിച്ചു. എഫ് മേജർ ആ കോഡ് റൂട്ടിൽ 6ാമത്തെ നോട്ടായിരിക്കും. കോഡ് റൂട്ട് അനുസരിച്ച് ആ കോഡ് റൂട്ടിൽ വായിക്കുവാണെങ്കിൽ 6ാമത്തെ നോട്ടായിരിക്കും അതിൻ്റെ റിലേറ്റീവ് കോഡ് റൂട്ട് അനുസരിച്ചാണെങ്കിൽ. ഇത് നമ്മൾ ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് വായിക്കുന്നത്. അതായത് നമുക്ക് എല്ലാ നോട്ടുകളും എണ്ണിയാണ്. പക്ഷേ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് എഫ് മേജർ സ്കെയിലിലെ 6ാമത്തെ നോട്ടായിരിക്കും അതിൻ്റെ റിലേറ്റീവ് മൈനർ. അപ്പം നമുക്ക് നോക്കാം. എഫ് മേജറിലെ F1, G2, A3, A ഷാർപ്പ് 4, C5, D. അപ്പോൾ D അതായിരിക്കും അതിൻ്റെ റിലേറ്റീവ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു സ്കെയിൽ മനസ്സിലായി. ഇനി ഒരു സ്കെയിലും കൂടെ നമുക്ക് നോക്കാം. ജി മേജർ സ്കെയിൽ എടുത്ത് നോക്കാം. അപ്പോൾ ജി മേജർ സ്കെയിലിൽ ഏതാണ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജി മേജർ സ്കെയിലിൽ വരുന്ന നോട്ടുകൾ ജി, എ, ബി, സി, ഡി, ഇ, എഫ് ഷാർപ്പ്, ജി. അപ്പം ഇതിന് റിലേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിന് റിലേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ പുറകിലേക്ക് മൂന്നാമത്തെ നോട്ട്, ജിയുടെ തൊട്ട് പുറകിൽ നിന്ന് എണ്ണി മൂന്നാമത്തെ നോട്ട്, ജി എണ്ണരുത്, ജിയുടെ തൊട്ട് പുറകിലത്തെ നോട്ടായിരിക്കണം ഒന്നാമത്തെ നോട്ട്. അപ്പം ജിയുടെ തൊട്ട് പുറകിലത്തെ നോട്ട്, ഇത് ജി ആണെങ്കിൽ ജിയുടെ തൊട്ട് പുറകിലത്തെ നോട്ട് എഫ് ഷാർപ്പ്. അപ്പോൾ എഫ് ഷാർപ്പ് 1, അപ്പോൾ എഫ് ഷാർപ്പ് 1, എഫ് 2, ഇ 3. അപ്പം ഇ മൈനർ ആയിരിക്കും അതിൻ്റെ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് നമുക്ക് വായിച്ച് നോക്കാം. ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി, ഡി, ഇ. ഇതാണ് അതിൻ്റെ റിലേറ്റീവ് മൈനർ എന്ന് പറയുന്നത്. ജി മേജറിൻ്റെ റിലേറ്റീവ് മൈനർ ഇ മൈനർ. അപ്പോൾ ജി മേജർ ഈസ് ഈക്വൽ ടു ഇ മൈനർ. അപ്പോൾ ഈ ജി മേജറിലും ഇ മൈനറിലും ഒരേ നോട്ടുകളാണ് വരുന്നത്. ഇനി രണ്ടാമത്തേത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ റൂട്ടിലെ ജി മേജർ റൂട്ടിലെ 6ാമത്തെ നോട്ടായിരിക്കും അതിൻ്റെ മൈനർ കോഡ് റൂട്ട്, റിലേറ്റഡ് മൈനർ കോഡ് റൂട്ട്. അപ്പോൾ നമുക്ക് ജി മേജറിൽ എണ്ണുക ജി 1, ബി, എ 2, ബി 3, സി 4, ഡി 5, ഇ 6. അപ്പം ഇ ആയിരിക്കും അതിൻ്റെ റിലേറ്റീവ് മൈനർ. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ കോഡ് റൂട്ടുകളുടെ റിലേറ്റീവ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസിയാണ്. തൊട്ട് പുറകിലേക്ക് എണ്ണിയാൽ ഏത് മേജർ കോഡാണോ അതിന് തൊട്ട് പുറകോട്ട് മൂന്നാമത്തെ നോട്ട് എണ്ണിയാൽ അതിൻ്റെ റിലേറ്റീവ് മൈനർ ലഭിക്കും. ഇനി ആ റൂട്ടിൽ ഇപ്പോൾ ഏതൊരു സ്കെയിലിലും അതിൻ്റെ സ്കെയിൽ അനുസരിച്ച് അതിൻ്റെ കോഡ് റൂട്ട് അനുസരിച്ച് ആ കോഡ് റൂട്ടിൽ 6ാമത്തെ നോട്ട് അതിൻ്റെ റിലേറ്റീവ് മൈനർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ എളുപ്പമാണ്, വളരെ ഈസിയുമാണ്. ഈ ഒരു ഫോർമുലയ്ക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതിനെല്ലാം തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരപ്പെട്ട വീഡിയോസാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നത്. കീബോർഡിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ വളരെ സ്ട്രെങ്താണ്, നമ്മുടെ ചാനലിന് വളരെ അടിത്തറ നൽകുന്ന വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് പഠിച്ച് കീബോർഡ് രംഗത്തേക്ക് കടന്നു വരുവാനും ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കുവാനും അവർക്ക് സാധിക്കാനായിട്ട് നിങ്ങൾ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അത് കണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.